മുശ്രിക്കീങ്ങൾ അല്ലെന്നല്ലേ വരുന്നത്? എന്തേ മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വാദം എന്തായിരുന്നു? അല്ലല്ല എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാനെ പോലെ വേറെ അല്ലണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അല്ല കൊടുത്ത കഴിവ് കൊണ്ടാണ് ലാത്ത സഹായിക്കുന്നത്, ഉസ്സ സഹായിക്കുന്നത്, മനാത്ത സഹായിക്കുന്നത്, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും സഹായിക്കുന്നതാണ് അവർ വിശ്വസിച്ചത് അല്ലേ? അവരെ തൽബിയത്തായിരുന്നില്ലേ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹ് നിന്റെ വിളിക്ക് ദാ ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക, റബ്ബേ നിനക്കൊരു പങ്കുകാരും ഇല്ല. ഇല്ലാ ശരീകൻ, ഒരാളല്ലാതെ, ഇബ്രാഹിം നബി അല്ലാതെ, ഇസ്മായിൽ നബി അല്ലാതെ, അങ്ങനെയുള്ളവരല്ലാതെ ഒരു പങ്കുകാരും നിനക്കില്ല. ആ പങ്കുകാരാരാണ്? ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്. തംലികുഹു, അവരെ നീയാണ് ഉടമപ്പെടുത്തുന്നത്. വമാ മലക, അവരെന്തെല്ലാം ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതുമല്ല, നീയാണ് ഉടമപ്പെടുത്തുന്നത്. നീ കൊടുക്കാത്തൊരു കഴിവും അവർക്ക് ഇല്ല അല്ലാ. അല്ലേ അല്ലേ? ഇതല്ലേ ഇവർ പറഞ്ഞത്. അപ്പൊ അല്ല ഇല്ല എന്നല്ല, അല്ലുണ്ട്. ഇനിയോ ഇപ്പൊ നമ്മളെ പേരോട് മുസ്ലിയാർക്ക് പുതിയൊരു വാദമുണ്ട്. നാദാപുരത്ത് ഇറങ്ങിയതാണ്. എന്താ? മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലാ അല്ലാ എന്ന് പറഞ്ഞിരുന്നു. ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാ? അല്ലാ. ശരിക്കും ശ്രദ്ധിച്ചോളി, ഭൂമി സൃഷ്ടിച്ചത് അല്ലാ, ആകാശം സൃഷ്ടിച്ചത് അല്ലാ, മഴ പെയ്യിക്കുന്ന അല്ലാ എന്നൊക്കെ പറയും. പക്ഷെ അതാ ഏതാ അല്ലാ? നമ്മൾ ഈ പറയുന്ന അല്ലല്ല. അത് അവരുടെ മനസ്സുള്ള വേറൊരു സങ്കല്പമാണ്. അതിനെപ്പറ്റിയാണ് അല്ലാ എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ ഒന്ന് മനസ്സിലാക്കി. അവര് അല്ലാന്ന് പറഞ്ഞു. മക്കത്തെ മുശ്രിക്കേ ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് പറഞ്ഞല്ലോ, എൻ്റെ വിളിക്കുത്തരം നിങ്ങൾ വന്നു. ആ അല്ല ഏതാ? വേറെ ഏതൊരു ശക്തി. അതിന് മുമ്പ് ഞാൻ എന്താ അറിയോ? ആ മക്കത്തെ മുശ്രിക്കിനോട് ചോദിച്ചാൽ ആകാശഭൂമികൾ ആരാ പടച്ചെന്ന് ചോദിച്ചാൽ വരും അല്ലാ. ആ അല്ലാഹ്ക്ക് കൂറുകാരുണ്ടോ? ഉണ്ട്. അപ്പോൾ വിശ്വസം അല്ല ഏതാ? കൂറുകാരിലല്ല. നമ്മൾ വിശ്വസിക്കുന്ന അല്ലാ കൂറുകാരിലല്ല. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹുലല്ല അവർ വിശ്വസിച്ചത്. അല്ലാ എന്ന് പറഞ്ഞത് വേറെ സങ്കല്പമാണ്. ഈ സാധു മനസ്സിലാക്കണ്ടേ? എന്ത്? ഈ നമ്മളെ വിശ്വസിക്കുന്ന അള്ളാഹുവിന് പങ്കുകാരുണ്ട് എന്ന് അവർ വിശ്വസിച്ചത് അല്ല തന്നെ. അത് തന്നെ അല്ല യഥാർത്ഥ അല്ല തന്നെ. അല്ലെങ്കിൽ എങ്ങനെ യഥാർത്ഥ അള്ളാഹു ഒരു മുശ്രിക്കാവുക? എന്താ ഈ പറയണത്? നേരത്തെ ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞ മാതിരി വർത്തമാനം പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ കേട്ടോളൂ പേരോണ്ട് ആ പുതിയ വാദം. ആരാ ആകാശം ഭൂമി പഠിച്ചെന്ന് ചോദിക്കുമ്പോ എന്നിട്ടോ അള്ളാഹ്ക്ക് കൂറുകാരുണ്ട് എന്ന് ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഇവർ അള്ളാഹു വിശ്വസിച്ചവരാണോ? അല്ല. കാരണം കൂറുകാരനുള്ള ഒരു അള്ള ഇല്ലല്ലോ. കൂറുകാരനുള്ള ഒരു അള്ളുണ്ടോ? ഇല്ല. അപ്പൊ ഉള്ള അള്ളാഹുവിനെ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലെ പറഞ്ഞ അതാ വരെ ഈമാന്. എന്ത്? അള്ളുണ്ട്. അള്ളുണ്ടോ? ഉണ്ട്. ആകാശം ഭൂമി പഠിച്ചാരാ? അള്ളാ. ആ അള്ളാഹ്ക്ക് കൂറുകാരനുണ്ടോ? ഉണ്ട്. കൂറുകാരനുള്ള ഒരു അല്ലേ? അങ്ങനെ ഒരു അള്ളുണ്ട്. കൂറുകാരനുള്ള ഒരു അള്ള ഇല്ലല്ലോ. അപ്പൊ അവര് വിശ്വസിച്ചത് ഉള്ള അള്ളാഹുവിലല്ല, അവരതൊരു സങ്കല്പമാണ്. ഉള്ള റബ്ബിന് കൂറുകാരനില്ല, അവരതൊരു സങ്കല്പമാണ്. ഇതാണ് അള്ളാഹ് ഖുർആൻ ആകമാനം പഠിപ്പിച്ചത്. അപ്പോ ഉള്ള അള്ളാഹ്ക്ക് കൂറുകാരനില്ല. ഇത് ഇയാൾക്ക് പേച്ചില്ലേ? നിങ്ങൾ ചിന്തിക്ക്. അവരല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണ്? യഥാർത്ഥത്തിലുള്ള അള്ളാഹിനെ പറ്റിയല്ല ആണ്. ഇയാളുടെ ന്യായം എന്താണ്? അവര് അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. അപ്പൊ അവർ വിശ്വസിച്ചത് പങ്കുകാരുള്ള അള്ളാഹുവിലാണ്. നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹ്ക്കോ പങ്കുകാരില്ലല്ലോ. മുസ്ലിയാരെ, അല്ല നമ്മൾ വിശ്വസിക്കുന്ന അല്ല തന്നെ. ആ അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട് എന്ന് അവർ പറഞ്ഞത്. അല്ല ഏതന്നെ നമ്മൾ വിശ്വസിക്കുന്ന അല്ല. അതുകൊണ്ടല്ലേ ഓല് നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ മുശ്രിക്കായത്. അല്ലെങ്കിൽ വെറും കാഫിറല്ലേ ആവുള്ളൂ.